ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു. ഇന്നത്തെ നമ്മുടെ പരിപാടി വണ്ടി രണ്ടും ഒന്ന് കഴുകണം. രാവിലെ തന്നെ വിഷ്ണു കുട്ടി നിക്കറൊക്കെ ഇട്ടുകൊണ്ട് വണ്ടി കഴുകാനായിട്ടിരിക്കുകയാണ്. എന്തുവാണ് വിഷ്ണു കാണിക്കുന്നത്? ഇതെല്ലാം അഴിച്ച് വണ്ടി ഒന്നേന്ന് പണിയണം, അല്ല ഒന്നേന്ന് കഴുകണം. വണ്ടി മൊത്തം അഴിച്ച് കഴുകാൻ പോകണം. ഫുൾ മീൻസ് നമ്മുടെ കിറ്റല്ല, കിറ്റ് സീറ്റ്, അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ടൂൾ ബോക്സ് മേടിച്ചത്. നമ്മൾ ഈ ടൂൾ ബോക്സ് നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അൺബോക്സ് ചെയ്യുന്നൊരു ചെറിയൊരു വീഡിയോ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇവൻ വണ്ടി മൊത്തം അഴിച്ചാണ് കഴുകാൻ പോകുന്നത്. ഞാൻ അങ്ങനെയൊന്നും കഴുകാറില്ല കേട്ടോ. ഞാനിപ്പോൾ പ്രഷർ വാഷർ എടുത്ത് രണ്ടടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു. ഒരു വീശി അങ്ങോട്ട്, അടുത്ത വീശി ഇങ്ങോട്ട് കഴിയുമ്പോഴത്തേനും വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിട്ടും. പക്ഷേ വിഷ്ണു വണ്ടി കഴുകുന്ന രീതി ഇച്ചിരി വ്യത്യാസമുണ്ട്. വണ്ടിയുടെ മൊത്തം കിറ്റ് കഴിക്കും. ചിലപ്പോൾ ഈ ടാങ്കൊക്കെ അഴിച്ച് വെച്ചേക്കുന്നതാണ്. എല്ലാം അഴിച്ച് ടയറും മാറും എല്ലാം അഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ഒരു ചകിരി എടുത്തിട്ട് തേച്ചൊരിച്ച് ഫുൾ കഴുകിയെടുക്കും. അതാണ് വിഷ്ണുവിൻ്റെ ലൈഫ്. ഇവനാണ് ഗന്ധർവൻ. അവനാണ് ഗന്ധർവൻ. ഇതാണ് വിഷ്ണുവിൻ്റെ ഗന്ധർവൻ. ഇതാണ് പോളിഷ്ണർ. ഇതാണ് വിഷ്ണുവിൻ്റെ ഗന്ധർവനാക്കുന്ന പോളിഷ്ണർ. വണ്ടി കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് നൈസായിട്ടൊന്ന് തൂത്ത് വൃത്തിയാക്കി എടുക്കുമ്പോഴത്തേനും വണ്ടി നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനാകും. എന്നിട്ട് മൊത്തം ഇവൻ അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വണ്ടിയുടെ കോലം കണ്ടില്ല, കണ്ടോ? മൊത്തം ഡസ്റ്റായിട്ട് ഭയങ്കര സീനൊക്കെ ഉണ്ടോ? മൊത്തം അഴുക്കായിട്ടിരിക്കും. ഇനി നമ്മൾ വണ്ടി ഫുൾ വാഷ് ചെയ്തിട്ട് പോളിസ്റ്ററും കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വണ്ടിയുടെ ഒരു ലുക്ക് നമുക്ക് കാണിച്ചു തരാം. ലാസ്റ്റാണ് അത് കാണിക്കാൻ പോകുന്നത്. ഇതിൽ ഇവനിത് അഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ എക്സ്പൾസ് ഒന്ന് കഴുകി മിനുക്കിയിട്ട് വരാം. രണ്ടടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അടിച്ചിട്ട് വരാം. ഇനി കുറച്ച് കാർ വാഷ് ഇട്ട് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്ത് സെറ്റാക്കിയിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടടി അടിക്കുമ്പോഴത്തേന് നമ്മുടെ വണ്ടി കളിയും. അതേസമയം വിഷ്ണു അവൻ്റെ ഗന്ധർവൻ കഴുകുന്ന രീതികൾ കാണാം നമുക്ക്. കണ്ട വണ്ടി ഫുള്ളായിട്ട് അഴിച്ച് അഴുക്കുണ്ടാവില്ല. വർഷത്തിൽ ഒരിക്കലേ കഴുകത്തുള്ളൂ. അതിൻ്റെ 4 മാസം കൊണ്ട് ഇത്ര അഴുക്കോ? ഇത് അഴിച്ച് ഇതിനകം കഴിയില്ലല്ലോ നമ്മൾ. അകം അഴിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴുകാൻ പോകുന്നത്. ഓ അതാണ് ടാങ്ക്. ഇനി നമ്മൾ ടാങ്കാണ് ഊരാൻ പോകുന്നത്. അതിന് വേണ്ടി ഈ നട്ടാണ് ഊരേണ്ടത്. എന്നിട്ട് എങ്ങനെയാടാ ടാങ്ക് കഴിക്കുന്നില്ല ഇല്ലേ? ഈ ടാങ്ക് കഴിക്കാതെ എങ്ങനെ ക്ലീൻ ചെയ്യുന്നത്? ടാങ്ക് കഴിച്ചാൽ പിന്നെ കാർബറേറ്ററിൻ്റെ പൈപ്പും കാര്യങ്ങളും എല്ലാം ഒന്നേന്ന് അഴിക്കണം. അതൊന്നും അറിയത്തില്ലേ? ഒക്കെ ചടങ്ങ്. അതിനുള്ള ടൂൾസ് വീട്ടിൽ ഇരിക്കുക, ഞാൻ എടുത്തില്ല. ശരി, അങ്ങനെയാണ് ഇനി വിഷ്ണു വണ്ടി കഴുകാൻ പോകുന്നത്. ഞാൻ എന്തായാലും സമയം കളയുന്നില്ല. വണ്ടി ഒന്ന് കുതിർത്ത് വെച്ചേക്കുവാണ്. കാർ വാഷ് എടുത്തൊന്ന് പതപ്പിച്ച് സെറ്റാക്കി എടുക്കാം ആദ്യം. നമ്മൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ളായിട്ട് നമ്മൾ പതയടിച്ച് ഫുള്ളാക്കി വെച്ചേക്കുവാണ്. ഇനി നമ്മളൊന്ന് വണ്ടി കുതിരുമ്പോഴത്തേനും നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഫിറ്റ് ചെയ്യാൻ അറിയാമോ നിനക്കറിയാമല്ലേ? ഓക്കെ, ഇവനിതെല്ലാം ഫിറ്റ് ചെയ്യാൻ അറിയാവുന്നു. എന്തോണോ കാണിക്കുന്നത്. ഊരി എന്തായാലും തന്നെ ഇതൊക്കെ പൊട്ടിച്ച് അമ്മ ആ വുഡ് ഫില്ല് എടുത്തുണ്ടോ? ഇതൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. പോയി എടുത്തോണ്ടോ? ഫ്രിഡ്ജിനകത്ത് വുഡ് ഫില്ല് ഇരിപ്പുണ്ടോ? അതെടുത്തുണ്ടോ? നേരത്തെ പൊട്ടി ഇരുന്നതാണ്. ആണോ? ഫിറ്റ് ചെയ്ത് കണ്ടാൽ മതി. വന്നവരെ തിരിച്ച് പോയാൽ മതി. വിഷ്ണുവിൻ്റെ ഗന്ധർവനെ കഴുകാൻ തുടങ്ങി. ഇനി എൻ്റെ വണ്ടി കഴുകി എന്തായാലും ഞാൻ വണ്ടി മാറ്റി വെക്കട്ടെ. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടടി അടിക്കാം മതി. വണ്ടി ക്ലീനാണ്. ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം. ഞാനവിടെ കഴുകാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ വണ്ടി ഫുൾ നീറ്റ് ആൻഡ് ക്ലീനായി കഴുകി വൃത്തിയാക്കി. ഇനി ഒന്ന് ഉണങ്ങിയിട്ട് വേണം ഇനി പോളിഷ് അപ്ലൈ ചെയ്യാനെ കൊണ്ട്. നമുക്കിനി വിഷ്ണു വണ്ടി കഴുകുന്നത് കണ്ടിട്ട് വരാം. മണ്ടനാണ് തോന്നുന്നു. ബാലറിക്കകത്തോട്ടൊക്കെ വെച്ചടിക്കുക വെള്ളം. അയ്യോ പൊട്ടം തന്നെ അല്ലേ? മൊത്തത്തിൽ കത്തി പോകും. വണ്ടി കഴുകി കഴിഞ്ഞിട്ട് ശരിയാകൂടാ പഴയ പോലെ. ഇങ്ങോട്ട് ഓടി വന്നാലോ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? നിനക്ക് അടിക്കാൻ അറിയത്തില്ല വിഷ്ണു. കലങ്ങിയില്ല. പച്ചവെള്ളമാണ് പോകുന്നത്. കലങ്ങിയില്ലടാ. നീയാ അങ്ങനല്ല, ഇത് ഊര്. നീ ഇങ്ങനെ അടക്കി ഇങ്ങനെ ആക്കി. നീ കലക്ക് എടുക്കണേ.
വണ്ടിയുടെ വർക്ക് മൊത്തം കഴിഞ്ഞു, വാഷിങ് കഴിഞ്ഞു. ഇനി നേരെ എല്ലാ ഫിറ്റിങ്സും വെക്കാനായിട്ട് പോവാണ്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയിൻ പെട്ടി കയറ്റി വെച്ചിട്ടുണ്ട്, ടൈറ്റ് ചെയ്തില്ല, ടൈറ്റ് ചെയ്തേ ഉള്ളൂ. ഫുള്ള് വാഷിങ് കഴിഞ്ഞു. ആദ്യം എങ്ങനെയാണ് എഴുതുന്നത് അതുപോലെയാണ് നോക്കുക. നല്ല കിടുക്കനാക്കിയിട്ടുണ്ട് വണ്ടി, പക്കയായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്നേന്നെല്ലാം സെറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ഏകദേശം പണിയൊക്കെ തീരാറായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സീറ്റ് ഫിറ്റ് ചെയ്യാൻ പോവാണ്. സീറ്റ് ഫിറ്റ് ചെയ്യണം, ബാക്കി സൈഡ് പാനൽസ് ഫിറ്റ് ചെയ്യണം. സൈഡ് പാനൽ എന്ന് പറയുന്ന രണ്ട് പാനലേ വരുന്നുള്ളൂ ഇനി. പിന്നെ ഈ സൈഡിൽ നമ്മുടെ എയർ ഫിൽറ്റർ, അത് നമ്മൾ അയച്ചിട്ടില്ല. കാർബറേറ്റർ, നല്ല മൈലേജ് വരുന്ന കാർബറേറ്റർ. നമ്മുടെ എൻജിൻ, നമ്മുടെ വണ്ടിയുടെ ഫുൾ വർക്ക് തീർന്നിട്ടുണ്ട്. എല്ലാം റീലോഡ് ചെയ്തു. അതിന് ലാസ്റ്റ് പാനൽ പീസ് കൂടി വെക്കാനുള്ളൂ. ഇതുകൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ വർക്ക് കഴിയും. അപ്പോൾ നമുക്കിനി ഇത് വെക്കാം. നമ്മൾ ചാവി ഇട്ട് വണ്ടി ലോക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ചാവി. നമ്മളെ ഗന്ധർവൻ്റെ വാഷിങ് അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിതിനെ ഒന്ന് പോളിഷ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. ഇനി നമുക്കുള്ള പോളിഷിങ്, അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ബ്രാൻഡാണ്, മോട്ടോമാക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് നമ്മൾ പോളിഷ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് പോളിഷ് ചെയ്യാം. ഇത് മാർക്കറ്റിൽ വെറും 20 രൂപയ്ക്ക് കിട്ടുന്നതാണ്. നല്ല കിണ്ണ സാധനം. 25 ഇതിൻ്റെ MRP പ്രൈസ് എങ്കിലും 20 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്, 20 റുപ്പീസ്. ഇത് വെച്ച് നമുക്ക് ഇതിനെ മൊത്തം പോളിഷ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ വണ്ടിയെല്ലാം പോളിഷ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നല്ല ഷൈനിങ് ആക്കിയിട്ടുണ്ട്. അല്ല പക്ക പാനൽസൊക്കെ റീഫിറ്റ് ചെയ്ത് എല്ലാം കിട്ടിക്കാനാക്കി. അല്ല നല്ല ഷൈനിങ് അല്ലേ വണ്ടി ഇപ്പോൾ. ഇതും നമ്മൾ പോളിഷ് ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചേക്കാണ്. അല്ല പക്ക ക്ലിയർ ഇല്ല.